അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلم خائنة الأعين وما تخفي الصدور. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി സംവിധാനിക്കുകയും ചെയ്ത ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ, വിധിവിലക്കുകളെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലായി പ്രാർത്ഥിക്കാൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ധാരാളം പ്രാർത്ഥനകളും ദിക്റുകളുമുണ്ട്. ആ പ്രാർത്ഥനകളെ, ദിക്റുകളെ നമ്മൾ പരിശോധിച്ചാൽ വലിയ ആശയ തലങ്ങളാണ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ളത്. ഒരു ദിക്റും ഒരു ദുആയും വെറുതെ അങ്ങ് ചൊല്ലിപ്പോകാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. മറിച്ച് ആ ദിക്റുകളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഹലോകത്തും പരലോകത്തും നമ്മുടെ ജീവിതത്തിന്
ഏറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ധാരാളമായി പ്രാർത്ഥിക്കുകയും നമ്മോടൊക്കെ ചൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ദിക്ർ. പല ആവർത്തി നമ്മളത് കേട്ടതും പറഞ്ഞതും പഠിച്ചതുമൊക്കെയാണ്. 5 കാര്യങ്ങൾ നന്നാക്കി തരാൻ നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, നീ എനിക്കെന്റെ ദീനിനെ, മതകാര്യങ്ങളെ നീ എനിക്ക് നന്നാക്കി തരണം. കാരണം അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അത് എന്റെ കാര്യങ്ങളിൽ എനിക്ക് സുരക്ഷ നൽകുന്ന വിഷയമാണ്. മതമാണ് എന്റെ സുരക്ഷ, അതുകൊണ്ട് നീ അത് എനിക്ക് നന്നാക്കി തരണം. വഅസ്ലിഹ് ലീ ദുനിയായ അല്ലതി ഫീഹാ മആശി. പടച്ചവനെ, നീ എനിക്ക് എന്റെ നീ എന്റെ ദുനിയാവിനെ നീ എനിക്ക് നന്നാക്കി തരണം. കാരണം എനിക്ക് ഇവിടെയാണല്ലോ ജീവിക്കാനുള്ളത്, ഇവിടെയാണല്ലോ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. വഅസ്ലിഹ് ലീ ആഖിറതി. പടച്ചവനെ, നീ എനിക്ക് എന്റെ പരലോകം നന്നാക്കി തരണം റബ്ബേ. എന്താണ് ആ പരലോകത്തിന്റെ പ്രത്യേകത? അല്ലതി ഫീഹാ മആദി. ആ പരലോകത്തേക്കാണ് എനിക്ക് മടങ്ങിച്ചെല്ലാനുള്ളത്. അതുകൊണ്ട് പരലോകം റബ്ബേ നീ എനിക്ക് നന്നാക്കി തരണം. വജ്അലിൽ ഹയാത സിയാദതൻ ലീ ഫീ കുല്ലി ഖൈർ. പടച്ചവനെ, എന്റെ ഈ ദുനിയാവിലെ ഈ ജീവിതമുണ്ടല്ലോ, അത് ധാരാളം നന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു കിട്ടുന്ന ഒന്നാക്കി ഈ ജീവിതത്തെ അല്ലാഹുവേ നീ എനിക്ക് മാറ്റിത്തരണേ. വജ്അലിൽ മൗത റാഹതൻ ലീ മിൻ കുല്ലി ശർ. പടച്ചവനെ, എന്റെ മരണം എല്ലാ ഷർറുകളിൽ നിന്നുമുള്ള ഒരു ആശ്വാസമാക്കി നീ എന്റെ മരണത്തെയും ആക്കി തരണമേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളെയും വിശാലമായി പരാമർശിക്കുന്ന ഒരു ദിക്റാണ്, ഒരു ദുആയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിച്ചു തന്നത്. നോക്കൂ നിങ്ങൾ, നാം ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു വാർത്തയും മനസ്സിനെ സമാധാനിപ്പിക്കുന്നതല്ല. നമ്മളൊക്കെ മഹാഭൂരിപക്ഷം ആളുകൾ മാതാപിതാക്കളാണ്. സ്വന്തം മാതാവിനെ എന്തിനെനിക്കു ജന്മം തന്നു എന്ന് ചോദിച്ച് ആ ജന്മം തന്നതിന് മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന വാശി തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മകൻ വെട്ടിക്കൊന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്രകാരം തന്നെ ഒരു അച്ഛനെ ലഹരിക്കടിമപ്പെട്ട് മകൻ കൊന്ന വാർത്തയും, ഭാര്യയെ വെട്ടിനുറുക്കി കുക്കറിലിട്ട് വേവിച്ച് അതിന്റെ അസ്ഥികൂടത്തെ കരിച്ചുകളഞ്ഞ ഭർത്താവിന്റെ വാർത്തയും, കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടി മക്കൾക്കടക്കം വിഷം കൊടുക്കാൻ തയ്യാറായ ഉമ്മയുടെ വർത്തമാനവും ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. നാം ഇന്ന് കേൾക്കുന്ന ഏതൊരു വാർത്തയാണ് നമുക്ക് സമാധാനം നൽകുന്നത്, ആശ്വാസം നൽകുന്നത്? ഏതു വാർത്തയാണ്? വിദ്യാലയങ്ങളിൽ മക്കളെ പറഞ്ഞയക്കുമ്പോൾ അവിടെയുള്ള അധ്യാപകർ നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മിക ബോധം പകർന്നുകൊടുത്ത് അവരെ നന്നാക്കി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു നല്ല മകനാക്കി അധ്യാപകർ മക്കളെ വാർത്തെടുക്കുമെന്ന് വിചാരിക്കാൻ പറ്റുന്നതാണോ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? ഒരിക്കലുമല്ല. അവിടെയാണ് ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത്, പടച്ചവനെ, നിനക്കേ നന്നാക്കി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ദുനിയാവും പരലോകവും എൻ്റെ മരണവും ജീവിതവും ഒക്കെ എനിക്കേറെ സന്തോഷവും സമാധാനവും ആശ്വാസവും പ്രയാസരഹിതവുമാക്കി തരണേ എന്ന് തേടുന്ന തേട്ടം സഹോദരങ്ങളെ വളരെ പ്രധാനമാണ്. അത് സാധ്യമാകണമെങ്കിൽ അനിവാര്യമായും നമുക്ക് വേണ്ടത്
ഈ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി, ദീന് നന്നാകണം. മതബോധമുണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യന് ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയുക. കാരണം എന്താ സഹോദരങ്ങളെ, മതം നമ്മെ പഠിപ്പിക്കുന്നത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മനുഷ്യ, നീ ചെയ്തത് ഒരു അണുത്തൂക്കം നന്മയാണെങ്കിൽ ആ നന്മയെ, ഒരു അണുവളവ് തിന്മയാണെങ്കിൽ ആ തിന്മയെ മനുഷ്യൻ കാണുക തന്നെ ചെയ്യും. ഈ ബോധമാണ് മനുഷ്യനെ മതം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ മതബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ തിന്മകളില്ലാത്ത ഒരു ജനത സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇന്ന് പലപ്പോഴും എന്താണെന്നറിയോ, സംവിധാനങ്ങളെയാണ് ആളുകൾ പേടിക്കുന്നത്. പോലീസ് കാണുമോ, CCTV ക്യാമറയിൽ പെടുവോ, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിനെയൊക്കെ മറികടക്കാൻ സഹോദരങ്ങളെ ധാരാളം മാർഗങ്ങളുമുണ്ട്. എന്നാൽ പടച്ചോനെ കുറിച്ചുള്ള ചിന്ത നമ്മളിൽ, നമ്മളുടെ മക്കളിൽ ഇടം പിടിച്ചാൽ ആരാണ് റബ്ബ്? യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹ് ആരാണ്? കണ്ണിന്റെ കട്ടുനോട്ടത്തെ അറിയുന്നവനാണ് അല്ലാഹ്. വമാ തുഖ്ഫിസ് സുദൂർ, ഹൃദയങ്ങളിൽ മനുഷ്യൻ മറച്ചുവെക്കുന്നതിനെ പോലും അറിയുന്നവനാണ് അല്ലാഹ്. ഈ ബോധമില്ലെങ്കിൽ എന്താണെന്നറിയോ, കുട്ടി ഒരു സ്ഥലത്തേക്ക് പോണത് നിങ്ങൾ തടഞ്ഞാൽ അവന് വേണ്ടതും വേറെ സ്ഥലത്തുനിന്ന് സംഘടിപ്പിക്കും. നമ്മൾക്ക് ഈ ബോധമുണ്ടായിട്ടില്ലെങ്കിൽ ഒരു തെറ്റിനെ തടയാൻ നാട്ടിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടായാൽ മറ്റൊരു വഴി നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മതബോധം, പടച്ചവനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ശരിയായ ബോധം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ഈ തിന്മകളെ മുഴുവൻ നമുക്ക് തടയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കുട്ടികളെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുകയാണ്, ശരിയാവണില്ല എന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുവെക്കാന്ന് തീരുമാനിക്കും. ആ ഹോസ്റ്റലിൽ അതിനേക്കാൾ തിന്മ ചെയ്യാൻ അവനക്ക് കഴിയും. നമ്മുടെ മുന്നിൽ അഭിനയിക്കുമ്പോ അവന്റെ അകത്ത് നമ്മെ കൊല്ലാനുള്ള പ്ലാൻ അവൻ തയ്യാറാക്കും. അവന്റെ വാട്സപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ നല്ല കുട്ടിയാകാരം, അവന്റെ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ തോന്നിയാസം ഉണ്ടാകും. അതില്ലാതിരിക്കാനുള്ള മാർഗം എന്താണ്? ഈ ബോധം നമ്മുടെ കുട്ടിക്കുണ്ടാകണം. യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണിന്റെ കട്ടുനോട്ടം എന്റെ റബ്ബ് അറിയും എന്ന ബോധം ഉണ്ടാകണം. ആരെ മറച്ചു വെച്ചാലും, ബാപ്പാനെ, ഉമ്മാനെ, അധ്യാപകരെ, നാട്ടുകാരെ, മുതിർന്നവരെ, അനുജന്മാരെ, മക്കളെ ആരെ മറച്ചു വെച്ചാലും പടച്ചോന് ഞാൻ മറച്ചു വെച്ച എല്ലാ കാര്യവും അറിയുമെന്ന ബോധ്യം അവന് കൊടുക്കണം. അപ്പോഴാണ് രഹസ്യത്തിലും തിന്മയില്ലാതിരിക്കുക. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. അല്ലാഹ് എന്നോട് പറഞ്ഞത് എന്താണ് റസൂലെ? പറഞ്ഞു കൊടുക്കുക, രഹസ്യമായും പരസ്യമായുമുള്ള എല്ലാ തിന്മകളെയും അല്ലാഹ് എനിക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. രഹസ്യമായി പോലും തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹിനെ കുറിച്ചുള്ള ഈ ബോധം ഉണ്ടാകണം. നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ, പുതിയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കിടയിൽ നിന്ന് തന്നെ മതബോധം കുറഞ്ഞുകൊണ്ടിരിക്കാൻ. ചില തെറ്റുകളൊക്കെ അതിപ്പോ എന്താണ് ചെയ്താല്, അതൊക്കെ ഇപ്പൊ അത്ര ഗൗരവമുള്ള വിഷയമാണോ, അതൊക്കെ നിസാരമല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നുന്ന എത്ര കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ആരും ലിബറൽ ആശയത്തെ പേറുന്നില്ല, പക്ഷെ നമ്മൾ അറിയാത്ത ഒരു ലിബറലിസം നമ്മുടെയൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അത് നമ്മളെ കല്യാണ വീട്ടിൽ എത്തുമ്പോ, അത് വീട്ടിൽ സൽക്കാരുണ്ടാകുമ്പോ, അത് നമുക്കൊരു അനാവശ്യത്തിൽ ഇടപെടാനുള്ള അവസരം കിട്ടുമ്പോ അത് നമ്മൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പതിയെ നമ്മൾ തന്നെ മതബോധത്തിൽ നിന്ന് മങ്ങിപ്പോയാൽ എന്താ സംഭവിക്കാന്നറിയോ, കേട്ടാൽ അറക്കുന്ന ഇത്തരം തിന്മകൾ നമ്മളിലും വരും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഉശ് അൻ ദിക്രിർ റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ. പടച്ചോനെ കുറിച്ചുള്ള ഉത്ബോധനത്തിൽ നിന്നും ദിക്റിൽ നിന്നും
ദീനിന്റെ കാര്യങ്ങളിൽ നിന്നും ഒരാൾ തെറ്റിപ്പോയാൽ, അതിനോട് കണ്ണടച്ചാൽ, അവൻ അല്ലാഹു ഒരു ശൈത്താനെ കൂട്ടുകാരനായി കൊടുക്കും. പിന്നെ ആ ശൈത്താനാ നയിക്കുക. അപ്പൊ നൊന്തുപെറ്റ ഉമ്മാന്റെ കഴുത്തിൽ കത്തി വെക്കുമ്പോ നമ്മളെ കയ്യിനൊരു വിറയലും ഉണ്ടാവില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മതബോധം പ്രധാനമാണ്. മതം പഠിക്കാനും കേൾക്കാനും നമ്മൾ സമയം കാണണം. ഖുർആനിനോട് ബന്ധമുണ്ടാകണം. അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവായി കൊണ്ടു നടക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. നമ്മൾ മാത്രം അങ്ങനെ ജീവിക്കല്ല, മക്കൾക്കും അതിനൊത്ത ഉപദേശം നമ്മൾ കൊടുക്കണം. മക്കളെ കൃത്യമായി ചിട്ടയിൽ കൊണ്ടു നടക്കൽ നമുക്ക് വലിയ റോളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ അലൽ ഫിത്ര. ശുദ്ധ പ്രകൃതിയിലല്ലാതെ ഒരു കുട്ടിയെയും പടച്ചോൻ നമുക്ക് തന്നിട്ടില്ല. പിന്നെ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവൻ യഹൂദിയായത്, നസ്രാനിയായത്, മജൂസിയായതൊക്കെ അവന്റെ മാതാപിതാക്കൾക്ക് അതിൽ റോളുണ്ട് എന്നാണ്. അതുകൊണ്ട് കുട്ടിയെ ശുദ്ധ പ്രകൃതിയിൽ തന്ന റബ്ബ് ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മെ വിചാരണ ചെയ്യുമ്പോൾ സമാധാനിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സഹോദരങ്ങളെ, മക്കൾക്കും ഉപദേശം കൊടുക്കണം. ഉപദേശം കിട്ടാനുള്ള വഴികളിൽ അവരെ നമ്മൾ എത്തിക്കണം. ക്യാമ്പസിലെ കുട്ടികൾ തെറ്റിലേക്ക് നടക്കുന്ന ഒരു കാലമാണ്. അവിടെ പരിഹാരത്തിന്റെ വഴിയിൽ നമ്മൾ അവരെ എത്തിക്കണം. ഇപ്പൊ ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ച 8-ാം തീയതി, നാളെയല്ല, അടുത്ത ശനിയാഴ്ച ക്യാമ്പസിലെ കുട്ടികൾക്ക് മാത്രമായി ഒരു സവിശേഷ പ്രോഗ്രാം കണ്ണൂരിൽ നടക്കുന്നു. നമ്മുടെ കുട്ടികളുടെ പങ്കാളിത്തം അതിലുണ്ടാകണം. അങ്ങനെ ദീനീ രംഗത്ത് കുട്ടികളെ കൃത്യമായി ചിട്ടയിൽ വളർത്തിക്കൊണ്ടുവന്ന ഈ മതബോധത്തെ അവർക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ടില്ലെങ്കിൽ താലോലിച്ച മകൻ കഴുത്തിൽ കത്തിവെക്കുകയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല സഹോദരങ്ങളെ. മാത്രമല്ല, സ്വർഗമാണ് ലക്ഷ്യം. ആ സ്വർഗപ്രവേശനം സാധ്യമാകണമെങ്കിൽ അല്ലാഹു പറഞ്ഞതെന്താ? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. പടച്ചവനെ പേടിച്ച് സ്വന്തം ഇഷ്ടങ്ങളിൽ നിന്ന്, താല്പര്യങ്ങളിൽ നിന്ന് മനസ്സിനെ തടയാൻ പറ്റുന്നവനുള്ളതാണ് സ്വർഗം. അതുകൊണ്ട് മനസ്സ് ഒരു വഴിക്ക് പോകുമ്പോ പടച്ചോനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടേ നമുക്ക് നന്നാകാൻ കഴിയുള്ളൂ. മതബോധമുണ്ടെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ ഈ കാലത്തും സുരക്ഷയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമ്മളൊക്കെ ചിന്തയിൽ എന്താ അറിയോ, നമ്മൾ മതബോധമുള്ള ആളാണ്. പക്ഷെ അത് വ്യക്തമായ നിലക്ക് ദിക്റായി, ദുആയായി, ഇബാദത്തായി, പ്രാർത്ഥനയായി, ഖുർആൻ പാരായണമായി, നന്മയിലുള്ള നമ്മുടെ സാന്നിധ്യമായി ഒക്കെ ആ ദീന് നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി ചിന്തിക്കണം. എന്നിട്ട് പടച്ചവനോട് ബാക്കി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ദുനിയാവ് നന്നാക്കി തരണേ, പരലോകം നന്നാക്കി തരണേ, ജീവിതത്തിൽ ഖൈറുകളുടെ വർധനവുണ്ടാക്കി തരണേ എന്നൊക്കെ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന വളരെ പ്രസക്തമാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി വഅസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതീ ഫീഹാ മആദി വജ്അലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ വജ്അലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ. അത് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് ആ പ്രാർത്ഥന കാണാം. ആപ്പുകളിൽ നമുക്കത് ലഭ്യമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. കൃത്യമായി പഠിച്ച് ദീന് നന്നാകണം, ദുനിയാവും പരലോകവും നന്നാകണം, ജീവിതത്തിൽ നന്മകളുടെ വർധനവുണ്ടാകണം, പരലോകത്ത് വിജയിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകൾ മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് പ്രധാനമായും 2 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന്, മനുഷ്യന് നഷ്ടങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. രണ്ടാമത്തത്, കിട്ടിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സുമില്ല.
ഇപ്പൊ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും ഒക്കെ ആയി ജീവിക്കുമ്പോൾ ആ പെണ്ണിനെ വിട്ട് മറ്റൊരു പെണ്ണിനെ തേടി പോകുന്നത് എന്തുകൊണ്ടാണ്? കിട്ടിയ ഭാര്യയുടെ കൂടെയുള്ള ജീവിതത്തെ മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ്, അതിൽ തൃപ്തി അടയാൻ കഴിയാത്തത് കൊണ്ടാണ്. സ്നേഹനിധിയായ തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭർത്താവിനെ മരണം കഴിഞ്ഞാൽ മനുഷ്യൻ ലോകത്ത് അനുഭവിക്കുന്ന വലിയ വേദനകളിലൊന്നായ പ്രസവ വേദന സഹിച്ച് താൻ പ്രസവിച്ച മക്കളെ പുഴയിലും തോട്ടിലും കുളത്തിലും വലിച്ചെറിഞ്ഞും വിഷം കൊടുത്തും ഏതോ ഒരു ചങ്ങാതിയുടെ കൂടെ ഇറങ്ങിപ്പോകാൻ പെണ്ണിനെ പ്രേരിപ്പിക്കുന്നത് എന്താ? കിട്ടിയ കുടുംബജീവിതത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്. മോഷണം നടക്കുന്നു, മറ്റുള്ളവൻ്റെത് സ്വന്തമാക്കാനുള്ള തട്ടിപ്പ് വിദ്യകൾ നടക്കുന്നു, അത് പലപ്പോഴും കൊലപാതകത്തിൽ കലാശിക്കുന്നു. എന്താണ് കാരണം? അതിന്റെ കാരണവും മനുഷ്യന് കിട്ടിയതിൽ തൃപ്തിപ്പെടാനാകുന്നില്ല, നഷ്ടങ്ങളെ ഉൾക്കൊള്ളാനാകുന്നില്ല എന്നതാണ്. പക്ഷെ എത്ര കൃത്യമായിട്ടാണ് ദീന് നഷ്ടങ്ങളെയും കിട്ടിയ ജീവിതത്തെയും നമുക്ക് പഠിപ്പിച്ചു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാമിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമ ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുസ്ലിമായ ഒരു മനുഷ്യന് എന്ത് തന്നെ നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അതവനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാഹു അവന്റെ പാപം പൊറുത്തു കൊടുത്തിട്ടല്ലാതെ ഹത്ത ശൗക, കാലിൽ തറക്കുന്ന ഒരു മുള്ളാണെങ്കിൽ ഇമിഷാകുഹ, അവനെ ബാധിക്കുന്ന ഒരു മുള്ളു തറച്ച വേദനക്ക് പോലും കൂലിയുണ്ട് എന്ന് മതം പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, മനുഷ്യന് ഐശ്വര്യമുള്ള ജീവിതം കിട്ടാൻ അള്ളാന്റെ റസൂൽ കൊടുത്ത ഉപദേശം, പടച്ചോൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടാൽ നിനക്ക് ലോകത്തെ ഏറ്റവും ഐശ്വര്യമുള്ള മനുഷ്യനാകാൻ പറ്റും. ഈ രണ്ടു കാര്യങ്ങൾ സഹോദരങ്ങൾ അടിസ്ഥാനപരമാണ്. നമുക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ നമ്മൾ തിന്മയിലെത്തും. നമുക്ക് കിട്ടിയ പെണ്ണിനെ തൃപ്തിപ്പെടാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ തിന്മയിലെത്തും. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ആ മക്കളുടെ കാര്യത്തിൽ നമ്മൾ തിന്മ ചെയ്യും. നമുക്ക് കിട്ടിയ സാമ്പത്തിക മാർഗത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അനർഹമായതിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് ഈ ഉപദേശം മതം നമുക്ക് നൽകുന്നതാണ്. ആ ഉപദേശത്തെ ഉൾക്കൊണ്ട് ശരിയായ മതബോധമുള്ളവരായി നമ്മൾ ജീവിക്കുക. അള്ളാഹു നന്മകൾക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. നന്മയുള്ള സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ജീവിതം രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.